നമ്മൾ ഈ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പൊ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അതെ, ഈ ഷെയർ മാർക്കറ്റും സ്വർണവും ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രവി എന്ത് പറയും? ഇപ്പൊ എന്ത് ടേൺ ഓവർ ഉണ്ട്? വി ആർ കറന്റ്ലി അറ്റ് 480. അപ്പൊ 1000 കോടി അതെ, അതിലേക്കാണ് യാത്ര. അതിലെ തരി പോലും കളയില്ല ഇൻഡസ്ട്രിയിലുള്ളവര്. ദ സെപ്റ്റിക് ടാങ്ക്, ദാറ്റ്സ് എ പാർട്ട് ഓഫ് സീരിയസ്ലി. തങ്കം എന്നൊക്കെ പറയില്ല ഞങ്ങൾ, ബാറുകളായിരിക്കാം പ്രോപ്പർ ബാറിലാക്കി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നേരിട്ട്. ഇമ്പോർട്ട് വി കാൻ ഡു ഇറ്റ്. സോ ഇമ്പോർട്ട് ഓൺലി സെലക്ടഡ് ഫ്യൂ എക്സ്പോർട്ട് ഹൗസ് ക്യാൻ ഡു ഇറ്റ്. മെയിൻലി ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ബാങ്ക്സ് ആണ്. അപ്പൊ ഇവിടെ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മോളിൽ പോകും, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മോളിൽ പോകും. അത് നിങ്ങൾ ചോദിച്ചില്ലേ എന്താ ചാലഞ്ച്, എന്താ ഗോൾഡ്? സോ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് തിങ്. യു കാൻ ലെറ്റ് ഇറ്റ് ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. Are considered to be the backbone of the industry. Manufacturers because അവിടുത്തെ ചാലഞ്ചസ് എന്താണ്? the challenges ഉള്ളൂ. ഈ ജെൻസി കുട്ടികൾ ഇതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും മാർക്കറ്റിൽ സെയിൽ കുറഞ്ഞിട്ടില്ല, ഇത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു ഗുട്ടൻസ്? സ്വർണം നമ്മളെല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു ലോകമാണ്. സ്വർണ്ണവില അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രി തന്നെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മലയാളികൾ കൈവെക്കാത്ത മേഖലയില്ല. എന്നാൽ ലോകമെമ്പാടും ഇന്ന് വലിയ കോർപ്പറേറ്റുകൾ എടുത്താൽ അതിൽ സ്വർണ്ണ വ്യാപാരികൾ നമ്മൾ മലയാളികൾ തന്നെ ആയിരിക്കാം. ഏറ്റവും വലിയ ബ്രാൻഡ് എടുത്താലും അവർക്കൊക്കെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ ബിസിനസ് ആയിരിക്കും അല്ലേ? അതും മലയാളിയാണ് എന്ന് അവകാശപ്പെടുന്ന എന്നാൽ മലയാളി അല്ലാത്ത ഒരു വ്യക്തി കേരളത്തിൽ വന്ന് ബിസിനസ് തുടങ്ങി 3-ാം തലമുറയായി. അവരാണ് ഈ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചത്. ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എന്റെ സുഹൃത്തു കൂടിയായ രവിയാണ് ഇന്ന് ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. രവി, വെൽക്കം ടു സ്പാർക്ക്. താങ്ക് യു ഷമീം, താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഹിയർ. താങ്കൾ എന്റെ ഈഗിൾ അറ്റൻഡ് ചെയ്യുന്ന കാലം തൊട്ട് നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അന്ന് തൊട്ട് ഞാൻ മനസ്സിൽ കാണുന്നതാണ് എന്തെങ്കിലും ഈ ഹോട്ട് സീറ്റിൽ രവി ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തണം എന്നുള്ളത്. രവിയുടെ നാട് ശരിക്കും എവിടെയാണ്? ഞാൻ ആക്ച്വലി മഹാരാഷ്ട്രീയനാണ്. മൈ ഡാഡ് ഇസ് എ മറാഠി. മോം ഇസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഗുജറാത്ത് ഫോർ 3 generation. അപ്പം ഐ വാസ് ബോൺ ഇൻ ഗുജറാത്ത്. പക്ഷെ വെൻ ഐ വാസ് 3 months ഐ കെയിം ടു കാലിക്കറ്റ്. അപ്പൊ ജന്മം കൊണ്ട് മഹാരാഷ്ട്രക്കാരനാണ്, പക്ഷെ ജനിച്ചത് ഗുജറാത്തിലാണ്. ഇപ്പോ മലയാളിയാണ്. വെരി മച്ച് മലബാറിയാണ്. യെസ്, വെരി. ആൻഡ് കോഴിക്കോടുകാരനാണ്. ഓക്കെ, പഠിച്ചതൊക്കെ എവിടെയാണ് രവി? 4th വരെ ഞാൻ കാലിക്കറ്റിൽ ഗുജറാത്തി സ്കൂൾ, ഐ ഡോണ്ട് യു മസ്റ്റ് ബി നോയിങ് ഗുജറാത്തി സ്കൂൾ. 4th വരെ അവിടെ പഠിച്ചു. അതിനുശേഷം അവിടെ പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ബിക്കോസ് ഓഫ് മൈ നോട്ടോറിയസ് പഠിപ്പിച്ചില്ല. അവരൊന്നും നല്ല വികൃതിയായിരുന്നു ആക്ച്വലി. യെസ്. അപ്പം സിസ്റ്ററും കൂടി സെയിം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുർത്തക്കേട് കൊണ്ട് ഇറ്റ്സ് ബെറ്റർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് എന്റെ പ്രോബ്ലം അവർക്ക് വേണ്ട. സോ മൈ പാരന്റ്സ് ഫൗണ്ട് എ ബോർഡിംഗ് സ്കൂൾ ഫോർ മീ. ഒരു നിയറസ്റ്റ് ബോർഡിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ദൂരെ ആവരുത്, നേരം മറിച്ച് അടുത്ത് എവിടെയെങ്കിലും ആവണം, ഒന്ന് നന്നായിക്കോട്ടെ. പ്ലസ് സാറ്റർഡേസ് സൺഡേസ് വന്ന് കണ്ടു. സോ സൺഡേസ് ഐ വെന്റ് ടു MES ചാത്തമംഗലം. സോ ആ സമയത്ത് വൺ ഓഫ് ദ വെരി വെൽ നോൺ സ്കൂൾ ഫോർ ഹാവിങ് kids on their toes and bringing the culture, and very strict. I think it was sounded to be like that. But I think ആരും ഇംഗ്ലീഷ് സംസാരിക്കട്ടെന്തോ മൊട്ട അടിച്ചെന്നോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. സോ അതെ, എക്സാക്ട്ലി. സോ ടേണിംഗ് പോയിന്റ്. സോ ഫോർ മീ മൈ ടേണിംഗ് പോയിന്റ് വാസ് ദാറ്റ്. വൈ? കാരണം ഞാൻ 4th 5th ഇങ്ങനെ ഫെയിലായി നിൽക്കായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് ഫ്ലങ്കായി നിൽക്കുമ്പോൾ ദ സെയിം ടൈം ദ സമ്മർ ഹോളിഡേയ്സ് ഡാഡ് ആൻഡ് മോം ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, കാർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പം ലക്കിലി നത്തിങ് മേജർ ഹാപ്പൻ. ബട്ട് അച്ഛൻ്റെ കാലൊന്ന് ഫ്രാക്ചർ ആയി, മോമിന് കുറച്ച് തല സ്റ്റിച്ചസ് ഒക്കെ വന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് മൈ പാരൻസ് ലൈക്ക് ദാറ്റ്. അതുവരെ ഐ ആം ലൈക്ക് നെവർ മൈൻഡ്, ഡു വാട്ട് എവർ യു വാണ്ട്, ബിക്കോസ്
അപ്പം I was asked to leave the Gujarati school കാരണം in a nice way. He's a good boy, but so much of problem, but leave in a nice way. I got my pass TC and all. So, പക്ഷെ അഡ്മിഷൻ എനിക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല ബിക്കോസ് ദേ ഹാവ് ബേസിക് ടെസ്റ്റ് ആൻഡ് ഐ വാസ് റെബൽ മീൻസ് so not good at studies, like I don't know how to study, what to study, because I was in my own world and all that. Which I decided when I saw my parents like that, I decided chalo I'll be good, but I don't know how to be good. എങ്ങനെ നന്നാവണം എങ്ങനെ നന്നാവണം ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ നന്നാവണം എന്ന് അറിയൂല. So tried for one of the boarding school in near Vadgara. There is some Srinarayan something which is on top of the hill. അപ്പം മൈ ഡാഡ് അന്ന് ജസ്റ്റ് പ്ലാസ്റ്റർ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഹി വാസ് അഡ്വൈസ് ടു ടേക്ക് റെസ്റ്റ്. ഫാദർ ജസ്റ്റ് പാർക്ക് ചെയ്ത് കുറച്ച് മുകളിൽ കയറി, അഡ്മിഷൻ അവിടെയും കിട്ടിയിട്ടില്ല. സോ വി കെയിം ഹോം. വീട്ടിൽ വന്നപ്പം ഹിസ് ലെഗ് ഗോട്ട് സോളൻ. ഡോക്ടർ സെഡ് ഐ ടോൾഡ് യു നോട്ട് ടു വാക്ക്, ബട്ട് ഹി സ്റ്റിൽ ടുക്ക് എ വാക്ക് ഫോർ മീ. ഇതൊക്കെ കാണുമ്പോൾ ഐ വാസ് ഷാറ്റേഡ്. ഐ വാസ് ലൈക്ക് അറ്റ് ദാറ്റ് ഏജ് ഐ അണ്ടർസ്റ്റുഡ് ഞാൻ കാരണം ആണെന്നുള്ള ഒരു ഫീലിംഗ്, ഒരു റിഗ്രറ്റ് എനിക്ക് വന്നു തുടങ്ങി. Somehow dad's friend and we got an admission MES Chatamangalam, which was pretty good school, a boarding school, a very good culture, and most of the North Indians are there, like Nepalis are there from Delhi. So many. It's a very good crowd, and day scholars allowed Allah school. So the whole 1,000 to 1,500 people are in the campus. Okay. നോ മാറ്റർ. ഇപ്പൊ വീട് 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ എനിക്ക്, പക്ഷെ ഞാൻ വീട്ടിൽ ആകെ കൊല്ലത്തില് 2 times 3 times. സോ യു ഹാവ് എ ഗ്രേറ്റ് ബോണ്ടിങ് ദേ. അപ്പൊ അവിടെ നന്നാവാൻ തീരുമാനിച്ചു, പക്ഷെ എങ്ങനെ ആവണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഐ പുട്ട് മൈ ഹോൾ എഫേർട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് മൈ ഫ്യൂ സീനിയേഴ്സ് ആൻഡ് ഓൾ വേ ദേ. അപ്പം the girls of like 10th standard, so I was in 6th standard, the girls in 10th standard and all, like, you know, they kind of found it, I don't know, a pity or sad, or I don't know, they found something in me, and I'm still in touch with them, the 2 girls like Fauzi and Anu. So they were like, illarum kalikkunnundu, why you're not playing and all. I was like, I don't know, I want to study and be good in life, do something and prove myself. അവരെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. they taught me how to learn, and I'm still thankful to them. And I came top 3 in the class. 5ാം ക്ലാസ് തോറ്റ ഞാൻ 5ാം ക്ലാസ് സ്റ്റേറ്റിൽ തോറ്റു. എന്നിട്ട് CBSE വന്നിട്ട് എക്സാക്ട്ലി ഗെറ്റിംഗ് ടഫർ. CBSE വന്നിട്ട് ടോപ്പ് 3 ക്ലാസ്സിൽ വരാന്ന് പറയുമ്പം ഫാദറിന് ഒരു അഭിമാനമൊക്കെ തോന്നിയോ? ഓ, ഫാദർ റിപ്പോർട്ട് സ്കൂളിന് പറഞ്ഞത് എന്താ വെച്ചാൽ പ്ലീസ് കൊണ്ടോ, ഹി കാൻ മേക്ക് ഇറ്റ്, ഹി ഈസ് നോട്ട് ഗുഡ്, പ്ലീസ്. ഫാദർ ഫസ്റ്റ് ആ റിപ്പോർട്ട് കൊണ്ടുപോയത് അങ്ങോട്ടാണ് സ്കൂളിലേക്ക്. അവിടെ സിസ്റ്റർ പഠിക്കുന്നുണ്ട്. So he showed it to my teacher and the principal. They were shocked. They were like, this is not possible. But they were happy. Then my friends in that school who were in touch, they were say, bro, like നിന്നെ പറ്റിയിട്ട് ക്ലാസ്സിൽ മാം പറഞ്ഞു, ഓർമ്മണ്ടോ രവി, he is like this, doing good and also നന്നായി, you know, like maybe I became example. Very good. അത് കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേഷൻ ഒക്കെ എവിടെയായിരുന്നു? For my graduation I went to Bangalore. I did my business management course. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തോ? Post graduation I did it in London. ലണ്ടനിലാണ്. അവിടെ നിന്നാണ് ഈ ബിസിനസ് ഒക്കെ ഒന്ന് പഠിക്കുന്നത് അല്ലേ? Business, definitely I got a polish for my business from London. Oh, very good. എന്തായിരുന്നു അവിടെ ചെയ്തത്? I did for my masters. I did my MBA there. പാർട്ട് ടൈം എന്തെങ്കിലും ചെയ്തിരുന്നു? പാർട്ട് ടൈം ഡെഫിനറ്റ്ലി യെസ്. കാരണം ഇന്ത്യയിൽ എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, എനിക്ക് എന്തായാലും എവിടെയെങ്കിലും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു സ്റ്റേറ്റസും നമ്മളൊരു ഈ ഒരു സോഷ്യൽ തിങ് വെച്ചിട്ട് ഇവിടെ എന്തായാലും അത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഐ കെപ്റ്റ് ഇറ്റ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഐ വോണ്ട് ടു വർക്ക്. ഓക്കെ, ഐ വോണ്ട് ടു ടേക്ക് ദാറ്റ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നത് എന്താ വെച്ചാൽ ഫാദർ മെയ്ഡ് ബൈ ഹിസ് ഓൺ, ഗ്രാൻഡ് ഫാദർ ഇസ് ദ ഫൗണ്ടർ, ബട്ട് ഫാദർ ആക്ച്വലി ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് താങ്കൾ അവിടെ ചെന്നു. എവിടെയാണ് ജോലി കിട്ടിയത്? സോ ഐ അപ്ലൈഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ്? ആരുടെ സൂപ്പർ മാർക്കറ്റ്? ഒരു ശ്രീലങ്കൻ ഓൺ സൂപ്പർ മാർക്കറ്റ്. എന്താണ് അവിടെ പണി? സൂപ്പർ മാർക്കറ്റ് മീൻസ് ഇന്ത്യനെ പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് 100 പണിക്കാരും ഒന്നും ഉണ്ടാവില്ല. യു ഹാവ് 1 or 2 people. So you have to do everything by yourself. You have to do sweeping. You have to do cleaning. Yeah, you have to do sweeping. You have to do mopping. When the stock comes, you have to take the stock.
എക്സ്പയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ട്, കാരണം ആരെങ്കിലും കസ്റ്റമർ എക്സ്പയർ പ്രോഡക്റ്റ് കിട്ടിയാൽ യുവർ സൂപ്പർ മാർക്കറ്റ് വിൽ ബി ഷട്ട്. ദാറ്റ് Correct. സ്ട്രിക്ട് ദ ലോ ഇസ് ദ. അപ്പോൾ ആ എക്സ്പയർഡ് പ്രോഡക്റ്റ് ഡേറ്റ് അടുത്തെത്താൻ പ്രോഡക്റ്റ് യു ടേക്ക് ഇറ്റ്, പുട്ട് ഇറ്റ് ഇൻ ദ ബാസ്കറ്റ്, ഫിൽ ഇറ്റ് വിത്ത് എ ന്യൂ വൺ. ഓക്കെ. At the same time, you go back to the cashier, you take the billing. One person handles the whole store. You understand? So that's how പാർട്ട് ടൈം literally. ജോലി തുടങ്ങിയത്. രാവിലെ തുടങ്ങുമ്പോൾ സ്വീപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, വൈകിട്ട് പൂട്ടുമ്പോൾ സ്വീപ്പ് ചെയ്ത് ക്ലോസ്. അതിന്റെ നടുവിൽ സ്റ്റോക്ക് ഫില്ലിംഗ്, കാഷ്യർ, അക്കൗണ്ടിങ്, ബില്ലിംഗ്, എവറിഥിങ്. ഓൾ ഇൻ ഓൾ ആണ്. All in all, അപ്പൊ exactly. മുതലാളിക്ക് റെവീന ഇഷ്ടപ്പെട്ടോ? Within 2 months, he stopped coming. Within 2 months. റെവീന ഏൽപ്പിച്ചു. Yeah. അത്ര വിശ്വാസമായി. I was handling the whole scenario for him. Definitely there was a part time. കാരണം രണ്ടാൾക്കാരുണ്ട്. ഓക്കെ. സോ യൂഷ്വലി ഹി പ്രിഫേർഡ് മീ ഇൻ ദ സെക്കൻഡ് ഹാഫ്. ഇഫ് ഐ എം ഫ്രീ ടു ഡു ദ ഹോൾ ഡേ, ദർ ആർ ഡേയ്സ് ഞാൻ ഐ ഹവ് ഡൺ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്. ഓക്കെ. ആൻഡ് മൈ പാരൻസ് വെർ ലൈക്ക്, ഐ എം നോട്ട് ആസ്കിംഗ് ഫോർ മണി ബിക്കോസ് ഇറ്റ്സ് എക്സ്പെൻസീവ്. Of course, you're making money, and that was your always think, like, you know, you have to stand. ഇൻഡിപെൻഡന്റ് അല്ലേ? I wanted to always. അവിടെ നിന്നാണ് വീണ്ടും ഒരു വലിയൊരു അവസരം കിട്ടുന്നത്. ഒരു ഫ്രണ്ട് എന്തായിരുന്നു അത്? So എൻ്റെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത്, സോ മൈ യൂണിവേഴ്സിറ്റി ഇസ് ലിങ്കൺ ഷെയർ, സോ 1 hour ഫ്രം ലണ്ടൻ. ഓക്കെ. അപ്പം പ്രോപ്പർ സെൻട്രൽ ലണ്ടനിൽ എൻ്റെ ബ്രദർ ഇൻ ലോസ് ഫ്രണ്ട്, ദേ സ്റ്റഡീഡ് ഇൻ ഫോർ എഞ്ചിനീയറിംഗ് ടുഗെദർ. അപ്പം ഹീ ഈസ് സോ കോൾഡ് മൈ ലോക്കൽ ഗാർഡിയൻ, സിരീഷ്. അപ്പം സിരീഷ് വാസ് called me one fine day, Ravi, so he knows what I'm doing. I'm working in a supermarket. Appo 5 months ayundairunnu. It's like, what's plan? Like, I will work for another 1 month and then I'm finishing my course. And so like, Ravi, ഒരു supermarket, നമ്മളൊരു ഗോവിയൻ supermarket at Naik, he wants to sell his 50% stake and he's asking me to buy it. Appo I want to buy, but I don't know how it works. Since you are working in a supermarket, give me an idea. അറിയായിരിക്കും. So I took, so I know the operational side definitely. പക്ഷെ when you buy a business, there are other things to be calculated. What are their stock, what location they are located, എത്ര അവർക്ക് overheads ഉണ്ട്. അപ്പൊ it's plus and minus calculation, and you land up at a goodwill. So it's all about goodwill. ശരിക്കും ഒരു സ്റ്റോക്കിന്റെ വില കൊടുക്കാൻ മാത്രമല്ല, അതിനൊരു yeah. So we calculated the stock, we took the stock and everything. There's a calculation for it, and we added all the expenses, and then, you know, we came to an X amount, like that will be the goodwill after reducing all the expenses from your thing. അങ്ങനെ അവര് വാങ്ങിയോ അത്? So ഇയാൾ കോട്ട് ചെയ്തത് 2 ഇരട്ടി പ്രൈസ് ആയിരുന്നു. So my friend Sirish got on a better deal. Because of this calculation, I told him he got it at a 50% lesser than what he earlier. ബിസിനസ് ഡീൽ വരെ ഇടപെടാനുള്ള കഴിവുണ്ടാക്കി എടുത്തോടെ അല്ലെ? ഇത് എക്സ്പീരിയൻസ് കൊണ്ട്. പക്ഷെ അത് പിന്നീട് അടുത്ത ലെവലിലേക്കും പോയി. Yes. So കഴിഞ്ഞ 6 months സിരീഷ് ഒറ്റയ്ക്ക് നടത്തി വിത്ത് അതർ പാർട്ട്ണർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറയാണ്, രവി, ആൾക്ക് റിമൈനിങ് 50% കൂടി എക്സിറ്റ് അടിക്കണം. അപ്പോഴാണ് ഞാൻ അവരെ ബുക്സിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഞാൻ ബുക്സിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബുക്സിലേക്ക് നോക്കുമ്പോൾ ദേ ഓൾറെഡി ഹാവ് എ ലോൺ ഓഫ് 220,000 pound. ഓക്കെ. ഇവിടുത്തെ എത്ര കോടി വരും? 2 കോടി. സോ ദാറ്റ് ടൈം പൗണ്ട് വാസ് 90. സോ ഒരു 182 CR വരെ അന്ന് വരും. So this is the challenge which I actually took at that age. ഇന്ന് ആലോചിക്കുമ്പോൾ അത് പേടിയാണ്. Like, damn, like, did I really took that challenge? Because taking up a loan of 2 crore on your head, ഷെയർ ചെയ്യാൻ ഒരാളുണ്ട് കൂടെ 50%. So 1 crore ആളും 1 crore ഞാനും ടെക്നിക്കലി എന്ത് കണ്ടിട്ടാ എടുത്തത് എന്ന് അറിയില്ല. ബട്ട് യു അണ്ടർസ്റ്റാൻഡ് ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു കോൺഫിഡൻറ്റ് എനർജി, ആ ഒരു maybe you don't know the worst side. അതുകൊണ്ട് പ്രായത്തിന്റെ ചോരത്തിളപ്പ് എന്ന് പറയല്ലേ. അത് വിജയിച്ചോ? Yeah, we took it over. So അവിടെ മിനിമം ഒരു 1 pound ഷെയർ ട്രാൻസ്ഫർ. You have to pay 1 pound to do the share transfer. I have no investment to make. I came here to study. നമ്പർ, how will you transfer? എന്നാൽ കുഴപ്പമൊന്നുമില്ല. ആള് നൈസായിട്ട്, ആള് വിചാരിച്ച് ചെറിയ പയ്യനാണ്, നല്ലൊരാളെ കിട്ടി, ഈ 2 കോടിന്റെ ബാധ്യത തലയിൽ വെച്ചിട്ട് നമുക്ക് പോവാം. ബാധ്യത തീർത്തോ? പിന്നെ in 1.5 years we closed off that 2 crore liability. So every month, it's not one day short, every day we are paying. So every day when we are paying to bank, the same time I am also getting for myself. Correct. So London, when I went, I was there for 4 years. Okay. In these 4 years,
ഇനീഷ്യലി ഒരു ഫസ്റ്റ് ടേം ഫീസ് പോവാനുള്ള എക്സ്പെൻസ് പാരന്റ്സിന്റെ അടുത്ത് വാങ്ങി എന്നല്ലാതെ വേറെ ഒന്നും വാങ്ങി വേറെ ഒന്നും ഐ ഡിഡ്ന്റ് ടേക്ക് ബിക്കോസ് ഇറ്റ് വാസ് മൈ ഈഗോ വാട്ട് എവർ യു സേ ഐ ഡോണ്ട് വാണ്ടഡ് ടു ട്രബിൾ ചെയ്യണ്ടെന്ന് തന്നെ വിചാരിച്ചു trouble illa. They were confused. They were like, in fact, one day they surprisingly visited me. They're like, രവി, അതുപോലെ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നോ? എപ്പോഴായിരുന്നു മാരേജ് ഒക്കെ? so ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. I believed more in lifestyle and being loving my living. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ള ആളാ. നാട്ടിലേക്ക് I thought so I got engaged and so that was my dad's friend's daughter Priyanka, and so we got engaged and we had 1 year's time to so for marriage. അപ്പൊ ഈ 1 yearൽ ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ലണ്ടനിൽ വരാം, പോയി settle ഓഫ് ആണോ? കോഴ്സ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇതിന് 2 കൂടി ആക്കാം, 3 ആക്കാം, വിൽ ബി ഹിയർ, അങ്ങനെയൊക്കെ ആയിരുന്നു ഡിസ്കഷന്. അപ്പോൾ ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം മാരേജിന് തിരിച്ച് വന്ന് മാരേജിന് വന്നപ്പോൾ ഫാദർ ഇറ്റ്സ് ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്, ഐ മീൻ ലൈക്ക് വാട്ട് യു മീൻ ബൈ വാട്ട് ആർ യു ഡൂയിങ്, ഐ മീൻ ലൈക്ക് ദിസ് വി ആർ സെല്ലിങ് ഹിയർ ഗോൾഡ്, ഞങ്ങൾ ഇവിടെ ഗോൾഡ് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ. ഓ, അത് ശരി. അപ്പൊ അതിലേക്ക് ഞാൻ ചോദിച്ചിട്ടില്ല. ഫാദർ എന്ത് ബിസിനസ് ചെയ്യുന്നത്? ഡാഡ് ഇസ് എ ജ്വല്ലർ. It's Jeweler. a jeweler. പുള്ളിയായിട്ട് തുടങ്ങിയതാണോ അതോ ആൻസിസ്റ്റർ ബിസിനസ് ആണ്? So my grandfather is the founder of the company. അത് ശരി. Yes. എവിടെയാണത്? So ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ എവിടെയാണ്? he started in Hyderabad. ഹൈദരാബാദ്. They were in Andhra. The whole family, father's whole. So they were a joint family. സ്വർണ്ണ ബിസിനസ് ആയിരുന്നു അവർക്ക്. അപ്പൊ അവിടെ നിന്ന് ഫാദർ ആണ് കോഴിക്കോട്ടേക്ക് വന്നത്. Yes, exactly. അദ്ദേഹത്തിന്റെ പേര് Ramchandran. ഓക്കെ, രാംചന്ദ്രൻ. അദ്ദേഹം കോഴിക്കോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ടാണ് സ്വർണ്ണ ബിസിനസ് തുടങ്ങിയത്. എന്ത് പേരിലാണ്? Trimurti. നല്ല പേര്, ത്രിമൂർത്തി. Yes. അത് ഫാദർ ഇവിടെ വന്നിട്ട് തുടങ്ങിയതാണ് Yes. അതോ yes. ഗ്രൂപ്പ് നെയിം ആണോ? അല്ല, father ആണ് കേരളയിലേക്ക്. He is the first person to ഗ്രാൻഡ് come to ഫാദർ Kerala. ആ ഗ്രൂപ്പിന്റെ പേര് ത്രിമൂർത്തി എന്ന്. അല്ല. So ഫാദർ ആണ് ഇവിടെ വന്നത്. dad came first to അത് Kerala. എസ്റ്റാബ്ലിഷ് ചെയ്തു ഇവിടെ. Established. എന്താണ് ബിസിനസ്? സ്വർണം റീറ്റെയിൽ ആണോ? എന്താണ്? So he came at the age of 16. Okay. 16 വയസ്സിൽ. When he was 16, he came here. ഗ്രാൻഡ് 4 ബ്രദേഴ്സ് ഉണ്ട്. അവരെ കിഡ്സ് ഒക്കെ കൂടുമ്പം ഒരു 22 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എനിവേസ് മൈ ഫാദർ ഗോട്ട് ട്രെയിൻഡ് എങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ ഗോൾഡ്. സോ ദേ വേ ഇൻ ടു ഗോൾഡ് റിഫൈനിങ് ഏർലിയർ. That's the training he got. Okay, taking the gold scrap from the market, refining it, converting it to pure gold, and then giving it to manufacturers for manufacturing jewelry. Upon we were in that. Father decided ഇത് ഇത്രയും ആൾക്കാരെ ഇടയിൽ you need a space to grow. Since they are there in Hyderabad, my dad chose to come to Kerala because next best market in south is Kerala. Okay, Tamil Nadu definitely a very big market undoubtedly, but Kerala is safe. No, not safe. It's not about safe. It's about the size of the market. Size of the gold market. The choice of the people. തുടങ്ങിയതും ഈ സെയിം തന്നെ മാനുഫാക്ചറിംഗ് ആണ് തുടങ്ങിയത്. So when he came here, he decided to get into jewelry manufacturing. Okay, so initially we were trading jewelry, not manufacturing. We were just buying it from the manufacturers and then trading in the market. Then once we got the market in hand, made a good customer base and people started asking for it, we got into manufacturing. Proper manufacturing. അപ്പൊ അതാണ് ത്രിമൂർത്തി എന്നുള്ളൊരു ബിസിനസ് അവിടെ ഉണ്ട്. ആ സമയത്താണ് രവി അവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ അല്ല ഫാദർ ചോദിച്ചത് നിനക്ക് എന്താ അവിടെ പരിപാടി എന്ന്. I'll come back to that. അപ്പൊ ഫാദർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? അല്ല, ഫാദർ ചോദിക്കുന്ന മുമ്പ് സോ ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ് മൈ വൈഫ്സ് ഗ്രാൻഡ് മദർ. അപ്പൊ കല്യാണമൊക്കെ ഫിക്സ് ആയ സമയത്ത് ഗ്രാൻഡ് മദർ ചോദിച്ചു ചെക്കൻ എന്താ ചെയ്യുന്നത്. ഷീസ് വാസ് ഓൾഡ് ആൻഡ് അപ്പൊ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് എന്താന്ന് ഒന്നുമില്ല, ഇങ്ങനെ ഈ പലഹാരക്കടന്റെ കച്ചവടമാണ്. ഇവിടെ വലിയ ആളാണ്. പലഹാരക്കടന്റെ അതല്ല പറയാ, എന്താ പറയാ, പലചരക്ക് കട അങ്ങനെ. ഹിന്ദിയില് റേഷൻ ദുക്കാൻ എന്നൊക്കെ പറയും. അതാണോന്ന് ചോദിച്ചു. അപ്പൊ ദിസ് വാസ് എ ജോക്ക്. സോ ഐ ഗോട്ട് ദിസ് ജോക്ക് വെൻ ഐ വാസ് ഇൻ ലണ്ടൻ.
ഇങ്ങനെ ഗ്രാൻഡ് മാ ഇങ്ങനെ പറഞ്ഞെന്ന് എന്റെ വൈഫ് പറഞ്ഞു, പ്രിയങ്ക പറഞ്ഞു. ലാഫിങ് ഓൺ ദിസ്, സീരിയസ്ലി മാൻ, ഫോർ ഔട്ടർ വേൾഡ് ഇത് ശരിക്കും ഇങ്ങനെയാണല്ലോ അല്ലേ. പക്ഷെ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ദാറ്റ് സീരിയസ്ലി. ഫോർ മീ ഇന്നെന്താ, ലൈക്ക് സൂപ്പർ മാർക്കറ്റ് ഇസ് നോട്ട് സ്മോൾ. യു സി വാൾമാർട്ട്, യു സി ലുലു, യു സി ബിഗ്. അങ്ങനെ ആവും അങ്ങനെ എന്നൊരു ആവും, ചിന്തയില്ല. ഡെഫിനറ്റ്ലലി. അപ്പൊ ഈ ഫാദർ കൺവിൻസ് ചെയ്തോ, നിൽക്കാൻ പറഞ്ഞോ? ഇല്ല, മൈ ഫാദർ ഇസ് എ വെരി സ്പെഷ്യൽ ക്യാരക്ടർ. ഓക്കെ, വെരി സ്പെഷ്യൽ. ഹി നെവർ സേസ് നോ ടു യു. ഓക്കെ, ഹി നെവർ യു ഹാവ് ടു ഡു ദിസ്, നോ, അങ്ങനെ ഒന്നുമില്ല. മൈ ഫാദേഴ്സ് നേച്ചർ ഈസ് ലൈക്ക്, ഞാൻ ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ മേ ബി ബിക്കോസ് ഓഫ് മൈ ഫാദർ. Great. സീരിയസ്ലി, ബിക്കോസ് ഇപ്പൊ ഒരുപാട് വലിയ ആൾക്കാരെ എനിക്ക് അറിയാം. ഓക്കെ, ബിസിനസ്സിലും ഞങ്ങളെ ഫാമിലിയിലും അവിടെയൊക്കെ. പക്ഷെ ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് വാട്ട് മൈ ഫാദർ ഗേവ് മീ, അത് കുറെ വലിയ വലിയ ആൾക്കാരെ പിള്ളേർക്ക് പോലും കിട്ടിയിട്ടില്ല. എനിക്ക് കാണുമ്പോൾ സങ്കടമാവും ചില സമയത്തൊക്കെ. ബിക്കോസ് എൻ്റെ ഫാദറാണ് 10th കൂടി പഠിക്കാൻ പറ്റിയിട്ടില്ല. ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഗ്രാജുവേഷനും ഡിഗ്രിയും മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണ്. സോ ദർ ഇസ് നത്തിങ് ഇൻ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് ഓൾ എന്താണോ നിങ്ങളെ ബ്രെയിൻ, വാട്ട് ഈസ് യുവർ ഹാർട്ട്, യു നോ, ഹൗ ഓപ്പൺ ആർ യു അബൌട്ട് തിങ്സ്. ഓക്കെ, Wherever you are lucky. I'm very You have a lucky. great I've been father. always lucky and blessed. അപ്പൊ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചോ പിന്നീട്? So I came back. I came for my wedding. കല്യാണത്തിന് വന്നതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ലുക്കിംഗ് അറ്റ് ബിസിനസ്, ജോയിന്റ് ഫാമിലി ബിസിനസ് അഗെയിൻ. മൈ ഫാദർ ഇസ് എ ഫൗണ്ടർ, ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഇറ്റ്സ് ഗോയിങ് ഓൺ. ബട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം ഐ തിങ്ക് ഒരു ഓർഗനൈസ്ഡ് വേ യു ക്യാൻ മേക്ക് ഇറ്റ്. യു ക്യാൻ ബ്രിങ് ഓർഗനൈസ്ഡ്. വേറെ രീതി പറഞ്ഞ രവിക്ക് എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അവിടെ. എക്സാക്ട്ലി, ലോട്ട് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ച് ഈ സിസ്റ്റം ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് നമുക്ക് പോവാം. ഐ ടോൾഡ് പ്രിയങ്ക ഓൾസോ, മൈ വൈഫ്, ആഫ്റ്റർ ഇത് സ്റ്റഡി ആക്കിയിട്ട് ലെറ്റ്സ് ഗോ. ഓക്കെ, ലെറ്റ് മീ ട്രൈ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്ത് പറ്റുമെന്ന്. ഞാൻ ഇപ്പൊ മൈ ഫാദർ ഹാവ് സെൻഡ് മീ ടു ആ ലണ്ടനിലേക്ക് പോയതും ഞാൻ തന്നെ കണ്ടുപിടിച്ചു, ഞാൻ തന്നെ ഇതായി. അപ്പൊ ഐ ബിൻ ഓൾവേസ് ലൈക്ക് ദാറ്റ്. ബാംഗ്ലൂരിലേക്ക് ബാച്ചിലേഴ്സിന് പോയപ്പോഴും അഡ്മിഷൻ എടുത്തതിന് ശേഷം അച്ഛനോട് പറഞ്ഞ അവിടെ ഞാൻ പോവാ, ബാംഗ്ലൂരിൽ ബാച്ചിലേഴ്സിന് പോവാണ്. എന്നാൽ ശരി. അതേപോലെ ലണ്ടനിലേക്ക് ഇതേപോലെ മാസ്റ്റേഴ്സിന് പോവാണ്. ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്തോ? So definitely. So I had to work from the ground level, okay, and to understand psychology of the people, workers, and because every stage you have to. So we are into manufacturing, okay. So manufacturing എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ജ്വല്ലറി ബിസിനസ്, നിങ്ങളെ ഒരു ഷോറൂമിലേക്ക്, എ സി ഉള്ള ഷോറൂമിലേക്ക് കയറി ഫുൾ യൂണിഫോം ആയി ടൈ ഒക്കെ ഇട്ടേക്കുന്ന അതല്ല മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം എ വെരി ബോട്ടം ലെവൽ. എവിടെയാണ് നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ളത്? So we have one in Calicut. Okay. And the major thing happens in Bombay. Calicut ഉണ്ടായിരുന്നു ആദ്യം, but because of this what say like അന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ വരും, which is a bit disturbance to the society, definitely. പക്ഷെ ഇപ്പൊ കുറെ ടെക്നോളജി വന്നിട്ടുണ്ട്. സോ ആ കാലത്ത് ഇങ്ങനെ കുറച്ച് പുകയൊക്കെ വന്നപ്പം we have to move our plant to Bombay and one in Chennai. പക്ഷെ കാലിക്കറ്റിൽ എപ്പോഴും ഉണ്ട്. ഇപ്പൊ കേരളയിൽ ഒരുപാട് ഫാക്ടറീസ് വന്നു ബിക്കോസ് ഓഫ് ടെക്നോളജി തിങ്, അപ്ഗ്രേഡേഷൻ വന്നു. ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യുന്നത്? സ്വർണം നമ്മള് ഡിസൈൻ ചെയ്ത് ജ്വല്ലറികൾക്ക് കൊടുക്കുകയാണ്, നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട്. അതാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ്. യെസ്. ആർക്കൊക്കെയാണ് ഈ കൊടുക്കുന്നത്? സോ യു നെയിം എനി ബിഗ് ഹൗസ് ഇൻ കേരള, വി സപ്ലൈ ടു ദം. എല്ലാ വലിയ ആൾക്കാർക്കും നിങ്ങൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്? ഞങ്ങൾ മാത്രല്ല, there will be other suppliers too, but my focus is on only the big house. അപ്പം താങ്കൾ വന്നതിന് ശേഷം ഈ വലിയ ബിസിനസ് ഹൗസുകൾ, ജ്വല്ലറികളൊക്കെ താങ്കൾ അക്സെപ്റ്റ് ചെയ്തോ? Of course they have to. I mean, see, accept ചെയ്തോ വെച്ചാല്, I don't know if I should say I'm blessed or lucky, പക്ഷേ my father did a very good, so being in Calicut we got a very good support from the Aluka family. Okay, first of all, Calicut based was Francis Alukas. Okay, they supported us to the core, I must say, you know, for my fathers and all. Then coming to Thrissur, there is Jose Alukas, there's Joy Alukas, there is Kalyan. Then going to Trivandrum, there is Bhima. You understand? But നിങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ജ്വല്ലേഴ്സ് പറയുകയാണെങ്കിൽ
all are from Kerala. Top 5 പറയാണെങ്കിലും all the top 5 are from Kerala. Okay, Calicut Basin, Malabar. You understand? So being എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു very, very, very സപ്ലൈ well. ഓൾ ഓഫ് ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. Yeah. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. Yeah. അപ്പൊ ഇതെങ്ങനെയാണ് അവരെ ഡിസൈൻ തരും അല്ലെ നമ്മുടെ ഡിസൈൻ കൊടുക്കും, അങ്ങനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? Okay, so in industry there are two type of things. One, you are into mass production, Yeah. which has to go every day and it's a bread and butter. So our journey was into the mass production game. Okay, from last 5 years we got into, for a different taste, we got into designing and making jewelries where your innovation and your the technology comes to action, like you know you മാസ് have to, പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മാല, വളകം, Yeah. അങ്ങനത്തെ So സാധനമായിരിക്കും. chains. ഡിസൈൻ. Chains. മറ്റേത് റീറ്റെയിൽ ആണ്. Yeah. പക്ഷെ നമ്മൾ റീറ്റെയിലില് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ജ്വല്ലറി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. Yes. അതാണ് Yes. നിങ്ങൾ ചെയ്യുന്നത്. Yeah. ഓക്കെ, അപ്പോൾ കേരളം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജ്വല്ലറിക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. So we are into exports. I think I'm not sure, but there are bigger exporters in Thrissur for sure. ഓക്കെ. If I'm not wrong, in Malabar region we do the highest export. To, yeah, വെരി yeah, ഗുഡ്. yeah. But there are big giants in Thrissur. Yeah. So, but and there are bigger giants in Bombay. So it's not. I'm happy, like you cherish it, but that's not end because ഐ നോ ദാറ്റ്. രവി, yeah. അതോടൊപ്പം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ ഇറങ്ങി ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോ അവിടെ വേറെയും പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അതിപ്പോ നിങ്ങൾ തന്നെയാണോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ ചെയ്യുന്നത്? അതായിരുന്നു ഒരു ചാലഞ്ചും കൂടിയും ഷമീം. ലൈക്ക് യു അണ്ടർസ്റ്റാൻഡ് വെൻ ഇറ്റ്സ് യുവർ ഫാദർ ഇസ് എ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൺസ് യു ഗെറ്റ് ഇൻ ടു ഓൺ ദ ടേബിൾ, your points will be validated. It will be taken into consideration only if makes sense. You understand? It's not like whatever you say will happen. Very You will have to prove yourself, and you understand so many things come into place. So അപ്പം കുറെ സാധനങ്ങൾ അഗ്രി ആവും, കുറെ സംഭവം അഗ്രി ആവില്ല. സോ ഐ പേഴ്സണലി ഡിസ്കസ് വിത്ത് മൈ ഫാദർ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ വെരി ടഫ് കോൾ. ഇപ്പോഴും ഗുജറാത്തീസും മാർവാഡീസും കുറെ ഫാമിലി ഡ്രിവൺ ബിസിനസ്സിൽ പിള്ളേർക്ക് ആ ഒരു ഗഡ്സ് അല്ലെങ്കിൽ പറയാനുള്ള ഒരു അധികാരവും ഇല്ല. അതെ, ഇനി അധികാരം ഉണ്ടെങ്കിലും പറയാനുള്ള ധൈര്യം ഇല്ല. മനസ്സിലായോ? ലൈക്ക് യു കനോട്ട് ജസ്റ്റ്. സോ ഐ ടുക്ക് ആൻ ഓഡാസിറ്റി ടു ജസ്റ്റ് സ്പീക്ക് ടു മൈ ഡാഡ്. ജസ്റ്റ് എന്റെ എപ്പോഴും കുറെ ഫ്രണ്ട്സ് ഉണ്ട് ചെന്നൈ, ബോംബെയിൽ. അവരെപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് പോവാണ്. അതെ. പക്ഷെ എന്നോട് വന്നിട്ട് സങ്കടം പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞു ഫാദർ നടന്നിട്ടില്ല. മാറാൻ തയ്യാറായോ, തിരുത്താൻ എന്തെങ്കിലുമൊക്കെ? My father is, that's why I appreciate him to the core, because ഓപ്പൺ ടു ഐഡിയാസ്. open to ideas. I said, Dad, നമ്മളിപ്പോ നല്ല റിലേഷൻ ആണ് എല്ലാവരുമായിട്ടും. ഇത് മിക്കവാറും റിലേഷന് might get spoiled because of the business. Okay, I think we should take our own journey, and luckily we all are blessed. അവർക്ക് അവരുടെ ബിസിനസ് ലൈൻ കൊടുക്കാം, സ്ട്രീം ലൈൻ ചെയ്യാം, നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം. And dad was like that Carnor types in my family. He used to not do day-to-day operations and all. Everybody used to do, and he is the one who gets a report, like, you know, gets the report. And so everybody respect him, love him, and he comes to picture only when it is necessary. ഓക്കെ. അങ്ങനത്തെ ഒരാളെ മകനാണ് ഞാൻ. ആ ആള് അച്ഛനോട് പോയിട്ട് പറയാം, അച്ഛൻ നമുക്ക് സെപ്പറേറ്റ് ആവാം. And he is a big hearted guy. He well divided things. Okay. എൽഡർ ആന്ന് പറഞ്ഞിട്ട് പ്രായം കൊണ്ട് വലുതാണ്, എല്ലാരും കൊണ്ടുവന്ന് ഫൗണ്ടർ ആന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഞാൻ വെക്കാം, നിനക്ക് കുറച്ച് തരാം, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് ഐ ടോൾഡ് ലൈക്ക്, ഡാഡ്, യു ആർ ദ ഫൗണ്ടർ, യു ഷുഡ് കീപ് ദ മേജർ ചങ്ക്. ഇറ്റ്സ് ലൈക്ക്, നോ, ദേ ആർ മൈ ബ്രദേഴ്സ്. അപ്പൊ ഫെയർ ആയിട്ട് തന്നെ ഫെയർ ആയിട്ട്, വെരി. നിങ്ങളിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് യെസ്, അല്ലെ? യെസ്. സോ ത്രിമൂർത്തിയിലേക്ക് വരാം. താങ്കൾ വന്നു, അതിന്റെ വളർച്ചയുടെ പാതയായി. അതെ. സ്വർണം പ്രത്യേകിച്ച് മലയാളികൾക്ക് അതൊരു മോഹിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അതെ. നമുക്ക് ആ ഇൻഡസ്ട്രിയുടെ എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നത്? എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷെ ഐ വിൽ ടെൽ യു വാട്ട് ഐ ഫീൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, സി, ജ്വല്ലറി എന്തിനാ വാങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ, like people say, diamond is a woman's first love. മനസ്സിലായില്ലേ? Because women love it.
they love it for a reason. മനസ്സിലായില്ലേ? അവർക്ക് jewelry and their husband supports it ഓക്കെ because it is appreciating. ഓക്കെ വാല്യൂസ് അപ്രീഷിയേറ്റ് Value is appreciating. So ലിക്വിഡിറ്റി ഉണ്ട് liquidity ഉണ്ട്. Liquidity is there. But more than liquidity, it makes you very, I don't know how many people liquidate it, but it gives you a very safe haven. ഭയങ്കര സേഫ് ഫീലിംഗ് ആ. പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ കാരണവന്മാരായിട്ട് സ്വർണം വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് അല്ലേ. അപ്പൊ അത് ചിലപ്പോ പെട്ടെന്ന് കൊണ്ട് പണയം വെക്കാനുള്ള ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം, ഇത് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ചെയ്യാം. യെസ്. പക്ഷെ അവിടെയാണ് ഞാനൊരു പ്രത്യേകം ശ്രദ്ധിച്ചത്, നമ്മൾ ഈ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പൊ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. അതെ. ഈ ഷെയർ മാർക്കറ്റും സ്വർണവും ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രവി എന്ത് പറയും? യു സി ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ, ഈ ഒരു കൊല്ലത്തില് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒറ്റ ഒരു വർഷം കൊണ്ട് 32% ആണ് ഗോൾഡ് കയറിയിട്ടുള്ളത്. പ്രൈസ് ആണ്. ഷെയർ മാർക്കറ്റിൽ there are stocks which have done good. I will not deny on it. There are stocks which have done good. But overall what happens is like share is something, it gives you a roller coaster where it takes you up. But I am also invested in Okay, portfolio. I have now my portfolio is down by what 8-10%. ഓക്കെ 8-10% ഇപ്പത്തത് 20% അപ്പുള്ള സാധനം 8% മൈനസ് ആയി എന്ന് പറയുമ്പോൾ എത്രയായി? ഓവറോൾ 28% ആണ് ഇപ്പം പോയി നിൽക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. ഐ ഹാവ്, സോ ഇറ്റ്സ് ഫോർ ദ ഇവിടെ പീപ്പിൾ. ബിസിനസ് നന്നായി പോകണം, മാർക്കറ്റ് നല്ലതാണെങ്കിൽ ആ ഷെയർ മോളിൽ പോകും. ഷെയർ മോളിൽ പോകും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നേരെ റിവേഴ്സ് ആണ്. ആ. ഇഫ് ദർ ഇസ് എ ടെൻഷൻ ഇൻ ദ മാർക്കറ്റ്, എല്ലാവർക്കും the things are uncertain, you don't know if the currency is losing values, വാർ നടക്കാണ്. തുമ്മി എന്ത് പറഞ്ഞാലും സ്വർണ്ണ വില മുകളിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മുകളിൽ പോകും, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മുകളിൽ പോകും. അതാണ് ബേസിക്കലി ഇതല്ല വ്യത്യാസം. That's the right catch. Yeah. ഈ സ്വർണ്ണ വിപണിയിലോട്ട് വന്നത് എവിടെയാണ് ഈ സ്വർണം ബേസിക്കലി മാനുഫാക്ചർ ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? See, unfortunately, ഇന്ത്യയിൽ മൈൻസ് അത്ര ഇല്ല. Okay. Okay, there are mines, but they are recently discovering. എവിടെയാണ് ഇതുള്ളത്? So major mines are in Africa, no doubt about it. Indonesia have a good mine. Canada has a good mine. America, South of America has a good mine. പക്ഷേ the major mines are in Africa. അപ്പൊ അവിടുന്ന് നമുക്ക് എങ്ങനെയാണ് ഇത്, എന്ത് ഫോമിൽ അത് വരുന്നത്? So it comes in the form of, so നമ്മടത്തേക്ക് ഡയറക്റ്റ് വരുന്നതിന് മുമ്പ് there are like 5 to 6 steps and stages. ഓക്കെ Okay, so it's digged out from the earth with huge machineries, everything you require, and it comes in the form of nuggets. ഡോറെ Dore. ഒരു ഷേപ്പ്ലെസ് ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഡോറയിലെ നഗറ്റ്സ് ആയിട്ട് 1 gram 2 gram കുറച്ച് ചെറിയ ഇതിനെല്ലാം ഒക്കെ കൂടി ഇവര് they melt it and make it. എവിടെയാണ് ചെയ്യുന്നത്? They do it in Africa. They do melting in Africa, and that dore, the impure gold, comes to the, so major refiners in the world. Number 1 refinery is in Dubai. Then the best refinery is in Switzerland. Okay. Now India is understanding the importance of refining and things. So there is one refinery in Gurgaon. It's called PAMP. And so ഇവിടെ വന്നു കഴിയുമ്പോൾ ദുബായിലായിരിക്കും, സ്വിറ്റ്സർലാൻഡിൽ എവിടെ വന്നു കഴിഞ്ഞാൽ അത് റിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ പ്യൂരിറ്റി ഉണ്ടാക്കുകയാണ്. they take out the impurities from it and they make it pure gold. Pure gold എന്ന് പറയുമ്പോൾ തങ്കം എന്നൊക്കെ പറയൂലേ ഞങ്ങൾ, 99 ബാറുകളായിരിക്കാം. പ്രോപ്പർ ബാറിലാക്കി. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങാവുന്നതാണ്. Yes, if you have money in your account, definitely you can buy it. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നേരിട്ട്. Import, we can't do it. So import only selected few export house can do it. Okay. And government has made it very limited now access, like, so mainly the ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ബാങ്ക്സ് ആണ്. ബാങ്കുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. Banks are the one who have the, and not all the banks, only few nominated bank have that. ഇപ്പൊ റീസെന്റ് കുറച്ച് ബാങ്ക്സിനൊക്കെ ഒഴിവാക്കി, ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് സോ മെനി. ബാങ്കുകൾ ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്ന അവിടെ നിന്നാണ് നിങ്ങളെ പോലുള്ളവർ ഇത് വാങ്ങുന്നത്. എക്സാക്ട്ലി. എന്നിട്ടാണത് പ്രോസസ് ചെയ്ത് ജ്വല്ലറി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ടോ അതില് അങ്ങനെ വാങ്ങാവുന്ന? ഉണ്ടായിരുന്നു ആദ്യം, അതൊക്കെ ഗവൺമെന്റ് ഹാവ് ഷട്ട് ഇറ്റ് ഡൗൺ. Now there are only few banks. ബാങ്കിലും എല്ലാ ബാങ്കും പറ്റൂല. Few banks have, now KVB was the largest importer of the gold bank. Now they stopped it. So now it's gone to HDFC and few AS Bank. നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണത്.
ഈ സ്വർണം നിങ്ങൾ പറയുന്ന പോലെ അത്ര ലുക്രേറ്റീവ് ഇൻഡസ്ട്രി അല്ല എന്ന് പറയുന്നു ബാക്ക് സൈഡിൽ. നമുക്ക് എത്ര തൊഴിലാളികളുണ്ട് ടോട്ടൽ? So in factory we have 120 people. മഹാരാഷ്ട്രയില്, മുംബൈയിലാണ്. കാലിക്കറ്റില് ഒരു 20-25 രണ്ട് കൂടി people. ചേർന്ന് രണ്ടു കൂടി ഫ്രണ്ട് എൻഡിൽ ചേർത്തില് എത്ര പേരുണ്ട്? 30-35 people in the front end. 150 പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. Directly, yes. പക്ഷെ ഈ സ്വർണം അവിടെ വന്നു കഴിയുമ്പോ താങ്കൾ തന്നെ പറഞ്ഞ അത്ര ലുക്രേറ്റീവ് അല്ല. അതെ. എന്തുകൊണ്ടാണ്? ഈ സ്വർണത്തിലുള്ള ചാലഞ്ചസ് എന്നാണ്. It's an expensive stuff. Okay. ഒരു തരിക്ക് പോലും വിലയുണ്ട്. ഇത് നമ്മൾ എന്താ പറയാ, ഒരു ഷോറൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടുന്ന ഫീല്, ടൈ ഒക്കെ കെട്ടി ഫുൾ സൂട്ടൊക്കെ ചെയ്ത്, യുനോ ദാറ്റ്സ് നോട്ട് റിയൽ. വെൻ യു ഹോൾഡ് ദ ജ്വല്ലറി, ഞാനിത് ഇവിടെ നിങ്ങളായതുകൊണ്ട് പറയാം, യു ഷുഡ് നെക്സ്റ്റ് ടൈം ഓർ യു ഷുഡ് think about the people who is. So we've been very underrated, but we are considered to be the backbone of the industry. Manufacturers, because അവിടുത്തെ ചാലഞ്ചസ് എന്താണ്? the challenges ullu. Manufacturing is all about challenges. You don't get a finished product to barcode and smile and sell. Ade. Here it's a different game altogether. So here you have to manage these workers, and you like them, you trust them, but the procedure is not that. എന്താണ് നമ്മൾ അവരെ സൂക്ഷിക്കുന്നത്? No, it's a very the protocol is very clear. Once they walk in, when they do their work, when they walk out, the thorough checking will go on. Thorough checking, because അവരെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. വിശ്വാസം ഇല്ലായിട്ടല്ല. See, that has to, ഇപ്പൊ 120 പേരുണ്ട്. ഈ 120 ഈ ചെക്കിംഗ് തന്നെ തീരാൻ 2 hours എടുക്കും. 1.5 hour എടുക്കും. Because it's not you don't trust them. It is the practice you have to. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. So the moment a worker is walking out, okay, you have to dress ഒക്കെ ഒന്ന് കോട്ട് ചെയ്യണം. You have to touch all the, like, ഡ്രസ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് dress, you have to leave the dress there. വേറെ ഡ്രസ് ഇട്ടിട്ട് വേണം. വേറെ ഡ്രസ് ഇട്ടിട്ട് വേണം പോവാൻ. You have to, then you have to wear a cap. ക്യാപ്പിൽ വരെ തരിയുണ്ടാവും. ക്യാപ്പിൽ വരെ തരി ഉണ്ടാവും. Yes. And then you have to wear a shoes. എന്നിട്ട് ചെക്കിംഗ് കഴിഞ്ഞിട്ട് when you step down, mouth. Yeah. So you open up the mouth, you just, check on inside out of the mouth. So this is the standard practice. മനുഷ്യനെ മുഴുവൻ പരിശോധിച്ചിട്ടേ പുറത്തു വിടാൻ പറ്റുള്ളൂ. Yes. And they don't have to feel bad about it. കാരണം ഇൻഡസ്ട്രി ഇത് ഇൻഡസ്ട്രി, അവരിപ്പോ വേറെ ഇവിടുന്ന് വർക്ക് ചെയ്ത് വരുന്നെങ്കിൽ they know it's there. അപ്പൊ ഈ കാലിന്റെ അടിയിൽ വരെ ഒട്ടിയിരിക്കാം. അപ്പൊ you just put your leg in a liquid. ഒരു എത്രയും വെള്ളം ഉണ്ടാവും. You just dip your legs in it and then walk out. So അതിന്റെ അടിയിലെടുക്കാം ചെയ്തത്. നിങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടും ഇങ്ങനെ തന്നെയാണ്. Exactly. മാനുഫാക്ചറേഴ്സ് അങ്ങനെ തന്നെയാണ്. That's how it works. അതൊരു tedious process ആണ്. Very tedious process. 120 പേര് ഒരു തരി പോലും പോകരുത്. പക്ഷെ അത് അപ്പൊ ഈ സ്വർണത്തിനെല്ലാം വിലയുണ്ട്. അത് കളക്ട് ചെയ്യാനായിട്ടുള്ള ഏജൻസി ചെയ്യുന്നത്. So each and every dust is collected. Okay. Everything, എല്ലാം കൊണ്ടുപോകാൻ അതായ ഏജൻസീസും കമ്പനീസ് ഉണ്ട്. ഓക്കെ. നമ്മുടെ ഡ്രസ്സുകൾ എടുത്ത് വെള്ളത്തിലിടും. നമ്മുടെ ഡ്രസ്സ്, ഇവരെ ഡ്രസ്സൊക്കെ ലോണ്ടറിയിൽ പോകും. ദാറ്റ് ലോണ്ടറിന്റെ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. ആൻഡ് ദെൻ ദാറ്റ് വിൽ ഗോ ഫോർ എ ഫിൽട്രേഷൻ ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ ഇവരെ ഷൂസിന്റെ അടിയിൽ ഡിപ്പ് ചെയ്ത പോർഷൻ ഇല്ലേ, ആ വെള്ളം വിൽ ഗോ ഫോർ ദ ഫിൽട്രേഷൻ, അനദർ പ്രൊസീജിയർ. ഇൻ ഫാക്ട് ദ സെപ്റ്റിക് ടാങ്ക്, that's a part of it. Seriously? Yeah. See, what happens when your septic tank is full, somebody comes and takes it. അങ്ങനല്ലേ? അതെ. This also, ഇത് കൊണ്ടുവന്ന വേറെ ആൾക്കാരുണ്ട്. ഇത് നോർമൽ സെപ്റ്റിക് ടാങ്ക് കൊണ്ടുവന്ന വേറെ ആൾക്കാരാണ്. ജ്വല്ലറി ഇൻഡസ്ട്രി, ഫാക്ടറീസിന്റെ തരി പോലും കളയില്ല ഇൻഡസ്ട്രിയിലുള്ളവര്. ഇല്ല, കളയാൻ പറ്റില്ല. ഇല്ല. അത് നിങ്ങൾ ചോദിച്ചില്ലേ എന്താ ചാലഞ്ച്, എന്താ ഗോൾഡ്. സോ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് തിങ്. യു കാൻ ലെറ്റ് ഇറ്റ് ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് സീ, there is, ഇപ്പൊ യു ആർ വർക്കിംഗ്, യു ബ്രീത്ത്, ചെറിയ ചെറിയ ഡസ്റ്റ് പൗഡർ ഉണ്ടാവും, യു വായലും മൂക്കിലൊക്കെ പോകും. അല്ലാതെ എടുത്ത് തിന്നതായിരിക്കണം അല്ലേ? പക്ഷെ അതുപോലെ നമ്മൾ അത്രയ്ക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. കമ്മിങ് ബാക്ക്, നമ്മൾ ഈ സ്വർണം എന്ന് പറയുമ്പോ ഇന്ന് നിരവധി ആൾക്കാരാണ് നമ്മൾ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കടത്ത് വഴി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ദുബായ്, എസ്പെഷ്യലി നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ പറയാൻ കൊള്ളാത്ത സ്ഥലത്ത് വരെ വെച്ച് കൊണ്ടിരുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വെരി ട്രൂ. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനോട് ഇത്ര ഭ്രമം? എന്താണ് ഇവർക്ക് ഇതിനുള്ള നേട്ടം? See, what is, it's for the margin, it's for the profit. So government has imposed 12% duty on it earlier.
ഇപ്പൊ 12% ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ദ മൊമെന്റ് ഇപ്പൊ ഗവൺമെന്റ് ആണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ the moment gold lands in India, that 12% belongs to the government. That's how the Indian government has been making money and still making it. അത് ആളുകൾ കൊണ്ടുവരുമ്പം ആ 12% സ്ട്രേറ്റ് അവേ ഗോ ടു ദം. ആ സേവിങ്സിന് സേവിംഗ് വേണ്ടിയിട്ടാണ് പറയാൻ പറ്റൂല, കളക്കടത്താണല്ലോ അത്. കാരണം സർക്കാരിലേക്ക് കൊടുക്കേണ്ട പണം വെട്ടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് വിൽക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി. പക്ഷെ അതിപ്പോ കുറച്ചില്ലേ, റേറ്റ് കുറച്ചില്ലേ? സോ ഞങ്ങളെ ജ്വല്ലറി ഇൻഡസ്ട്രി ലൈക്ക് വി ഹാവ് എ ബോർഡ്, GJPC എന്ന് പറയും, ഗോൾഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. സോ ഈ ബോർഡ് ഉള്ള ആൾക്കാരിലൊക്കെ ഇസ് വെൽ കണക്റ്റഡ് ടു ദ ഫൈനാൻസ് മിനിസ്റ്റർ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഒരുപാട് വർഷമായി വി ട്രൈങ് ടു പുഷ് ഗവൺമെന്റ് ടു റെഡ്യൂസ് ദ ഡ്യൂട്ടി. ഓക്കെ, ടു റെഡ്യൂസ് ദ ഡ്യൂട്ടി സോ ദാറ്റ് ദിസ് തിങ് വിൽ സ്റ്റോപ്പ്. പക്ഷെ യു ഷുഡ് തിങ്ക് ഫ്രം ദ ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ, അവര് ഏറ്റവും വലിയ റവന്യൂ അല്ലേ. ലൈക്ക് നിങ്ങൾ പറയാം ക്രൂഡിന്റെ വില കുറയ്ക്കുന്ന പറഞ്ഞാൽ പോസിബിൾ ആണോ? ബട്ട് ഫൈനലി വി അച്ചീവ്ഡ് ഇറ്റ്. We proved them, we like continuously fighting for it. They were convinced finally. The government അവരെ ഇൻകം 12% 5% ആക്കാൻ ഡിസൈഡ് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ കമ്പാരിറ്റീവ് ഇപ്പൊ ചെയ്യുന്നില്ല എന്നൊന്നുമില്ല ആൾക്കാർ. There are people who still doing it, but it has drastically reduced. അത് ഇനി കുറയും. കാരണം അതൊന്നുമല്ല, നമ്മുടെ നേരായ മാർഗത്തിലൂടെ ഈ ബിസിനസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതെ അതെ. നിങ്ങൾ ആ മാർഗത്തിലൂടെ പോകുന്ന ഒരാളായോണ്ട് ചോദിക്കും, ഇപ്പൊ എന്ത് ടേൺ ഓവർ ഉണ്ട്? സോ വി ആർ കറന്റ്ലി അറ്റ് 480 കോടി. യെസ്, വെരി ഗുഡ്. അതും ഡയമണ്ട്സും ഉണ്ട് നമുക്ക്. We do diamonds also. എന്താണ് അതിന്റെ പ്രത്യേകതകളെന്ന്? Diamond is what diamond is the first love of a lady, you know, like gold വെച്ചാലും അവർ ഗോൾഡ് എടുക്കും, നോ ഡൗട്ട്. പക്ഷെ എന്നും ഡയമണ്ടിനോട് ഒരു തരം ഇഷ്ടം കൂടുതലാണ് ഉണ്ടാവാം. സോ വി ഗോട്ട് എ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ഇൻ ടു ഡയമണ്ട് ജ്വല്ലറി, ബട്ട് വി അണ്ടർസ്റ്റുഡ് ദ ഫ്യൂച്ചർ ഓഫ് ആൻഡ് സോ ഡയമണ്ട് ഇസ് എ വേൾഡ് മാർക്കറ്റ്. I don't look just at India. ഇന്ത്യയിലാണ് ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ വരുന്നത്. വൺസ് യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ഇന്ത്യ, the whole world is yours. World wants diamond. Goldum വേണം, പക്ഷെ diamond is what the world prefers. അവിടെ ഉണ്ട്. Yes. അടുത്ത ചോദ്യം, ബേസിക്കലി ഈ ഇൻഡസ്ട്രിയെ നോക്കിയാൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സും ഗ്രേറ്റ് ഗ്രാൻഡ് പാരന്റ്സും തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതൊരു ക്രൈസ് തന്നെയാണ്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു മാർക്കറ്റ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. ജെൻ എക്സ്, ജെൻ വൈ അഥവാ മില്ലിനിയൽ, 1995 ശേഷം ജനിച്ചവരെ നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്നു. നമ്മുടെ പുതിയ കുട്ടികളെ നമ്മൾ ആൽഫ, ഇനി 2025 ബീറ്റ എന്നൊക്കെ പറയും. പക്ഷെ ഈ ജെൻസി മാർക്കറ്റിലേക്ക് വന്ന് പ്രേക്ഷകർക്ക് വേണ്ടി 1995 ശേഷം ജനിച്ച കുട്ടികൾ, അവരൊരു പുതിയ യൂത്ത് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ജനറേഷൻ, അവർക്ക് ഈ സ്വർണത്തിനോടുള്ള ഇട്ട് നടക്കാനുള്ള ഭ്രമമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാനും നിങ്ങളുടെ പല ജ്വല്ലറി, നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ജ്വല്ലറിക്കൊക്കെ ട്രെയിനിങ് ചെയ്ത ഒരാളാണ്. എനിക്ക് മനസ്സിലായത് ഈ ജെൻസി കുട്ടികൾ ഇതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും മാർക്കറ്റിൽ സെയിൽ കുറഞ്ഞിട്ടില്ല, ഇത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ്? എന്താണ് പുതിയ ട്രെൻഡ്? So see, Gen Z is something you should be actually watching them. Okay. Gen Z is a very typical a thing, like you know, they are very different from what things were earlier. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, we want to survive. Every business wants to survive. Okay. And you have to work with the trend. And to get the trend, you have to keep watching what their choices and what their taste are. But it's a very simple quote. If you want to make money for a longer run, you should see what generation is there. Avarku endana ishtam. So coming back to it, Gen Z is not someone who doesn't like wearing jewelry. Gen Z is someone who doesn't like wearing what previous generation wore. Okay. You understand? They want to wear. അപ്പം അവർക്ക് ഈ ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ഓർണമെന്റ് അല്ല, അവർക്ക് ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ആക്സസറി ആണ്. ദേ ഇൻസ്റ്റെഡ് ഓഫ് പണ്ടുള്ള ആൾക്കാർ ഒരു 5 പവൻ 5 പവൻ 4 പവന്റെ ചെയിൻ ഇടും. ഓക്കെ, ജെൻസി തിങ്സ് 5 പവന്റെ ഒരു ചെയിൻ ഇടുന്നതിനേക്കാളും നല്ലത് അതിനെ ഒരു 10 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ലോട്ട് ഓഫ് ജ്വല്ലറി, ഐ വിൽ ഹാവ് ലോട്ട് ഓഫ് പീസസ്. ആ 10 പീസ് എടുക്കുന്നത് ഓരോ ഒക്കേഷന് മൈൻഡിൽ വെച്ചിട്ടാണ്. കോളേജ് പോകുമ്പോൾ ഇതിടണം, ഓഫീസിൽ പോകുമ്പോൾ ഇതിടണം, പാർട്ടിക്ക് പോകുമ്പോൾ ഇതിടണം. സോ ഡിഫറെന്റ് ഒക്കേഷൻ ഹാവ് എ ഡിഫറെന്റ് ജ്വല്ലറി. വാട്ട് യു വെയർ ടു
Office you can't wear to party. What you wear for party you can't wear for a baby shower. You understand? So every ഒരു occasion, ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് മാത്രമല്ല ട്രെൻഡ് ആയത്. of course, അപ്പൊ ഫാഷൻ, നമ്മുടെ Fashion. ഡ്രസ്സ് പോലെ, ഷൂ പോലെ, exactly. അപ്പൊ അത് കേറ്റർ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏയ്. ഇൻഡസ്ട്രി താഴെ പോയിട്ടൊന്നുമില്ല. ഇല്ല, പോപ്പുലേഷൻ കൂടാണ്, ആൾക്കാരെ ഇൻകം കൂടുക, ആൾക്കാരെ സ്പെൻഡിങ് കൂടുമ്പോ ഓഫ് കോഴ്സ് ജ്വല്ലറി ബിസിനസ് ഹാസ് ബീൻ ഓൾവേസ് ഗോയിങ് അപ്പ്. അപ്പൊ ഇവരെ നിങ്ങൾ അത് പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. യെസ്, That leads to me another interesting question. ഈ ഇൻഡസ്ട്രി വളരെ സെൻസിറ്റീവ് ഇൻഡസ്ട്രിയാണ്. yeah. ബോൾ മാർക്കറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ജെൻസി വരുന്നു, ആൽഫ വരുന്നു. ഹൗ ഡു ഗെറ്റ് അപ്ഡേറ്റഡ്? എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്? See, for getting updated, you have to regularly educate yourself. Okay, the day you sit down, everything sits down. Okay, so I make sure I don't miss any of the trade shows, no matter what. I've been regularly attending the trade fairs. So one of the biggest trade show happens in Asia is in Hong Kong. ഓക്കെ, Okay, and you attend that, you get a lot of trends in market, what's happening in and around. And then comes the Istanbul show, then comes Thailand show, and the best show for my best show is JCK. That's world's one of the best. So India's also hosting. India got 2-3 big shows. It's called IIJS and the International Indian Jewelry Show, and very big show. Like people from all around the world comes here. Okay, so I kind of attend all the shows possible, and I think that's how I keep myself updated. അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആ പഠിക്കാം. പുതിയ ട്രെൻഡുകൾ നമുക്ക് മാർക്കറ്റിനനുസരിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് Exactly. തിരിച്ചറിഞ്ഞ ഒരാളാണ്. Exactly. My father has told me. രവി, ആ. ത്രിമൂർത്തി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആ. താങ്കളുടെ പിതാവ് തുടങ്ങി, ആ. ഗ്രാൻഡ് പാരന്റ്സ് തുടങ്ങി, പക്ഷെ പിതാവാണത് വളർത്തി. താങ്കൾ അടുത്ത് നെക്സ്റ്റ് ലെവലിലെത്തി. ഇനി ഭാവി സ്വപ്നങ്ങൾ എന്താണ്? Bobby, I think more systematic, more organized, more disciplined, and we have a plan. Right now, we stand at, I told you, but we have planned something big. Just another 500 crore turnover more we hit, and 1,000 കോടി അതെ, അതിലേക്കാണ് യാത്ര. yes. അത് കഴിഞ്ഞ് എന്തൊക്കെയോ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ ടീമിനായിട്ട്. പക്ഷെ ഭയങ്കര ആങ്സൈറ്റി ഹിറ്റ് ചെയ്യുന്നു, ഭയങ്കര അതിലേക്ക് ആയപ്പോൾ ഞങ്ങൾ ഫൈനൽ ഡിസൈഡ് ചെയ്തത് എന്താ വെച്ചാൽ വിൽ നോട്ട് ടോക്ക് മോർ അബൌട്ട് ദിസ്, ലെറ്റ്സ് ഗെറ്റ് ദ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ്, ഫസ്റ്റ് മൈൽ സ്റ്റോൺ, ഫസ്റ്റ് മൈൽ സ്റ്റോൺ. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ദ പ്ലാനിങ് ഗോസ് ഓൺ. ഓക്കെ, ആൻഡ് സോ ലെറ്റ്സ് അത് ഹിറ്റ് ചെയ്യാം. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എക്സലന്റ്. ഐ ആം സോ ഹാപ്പി ഫോർ യു. യാ. ആൻഡ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, ഉം. കേരളത്തിൽ, അതായത് താങ്കൾ മഹാരാഷ്ട്രക്കാരനാണ് ശരിക്കും, Yeah. ജന്മം കൊണ്ട് ഉം. ഗുജറാത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ, യാ. മഹാരാഷ്ട്രക്കാരനാണ്, യെസ്, പക്ഷെ ജന്മനാട് ഇന്ന് കേരളമാണ്. യെസ്. ഈ കേരളവും മലയാളിയെയും ഉം. ഇഷ്ടപ്പെട്ടോ? ഈ കേരളം നല്ല മണ്ണാണോ ബിസിനസ് ചെയ്യാൻ? കേരള നല്ല മണ്ണല്ലെങ്കിൽ ഐ വോണ്ട് ബി ഹിയർ ടുഡേ. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് മോസ്റ്റ്ലി. ആൻഡ് I found this is like, I keep traveling, no, Shemi, I keep traveling a lot. Okay, I have lot of choices to be in lot of places, and അങ്ങനെ ഒരുപാട് ചോയ്സ് ഉണ്ട്. പക്ഷെ why കേരള എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ഓൾ ടോപ്പ് ജ്വല്ലേഴ്സ് ഇൻ ഇന്ത്യ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ഇവിടെ തന്നെയാണ്. കേരളയിൽ തന്നെ. എനിക്ക് ആദ്യം പ്ലാൻ ഉണ്ട്, കുറെ ആൾക്കാർ എന്നോട് പറയും. സോ കുറച്ച് ബിഗ് ജ്വല്ലേഴ്സ് ഒക്കെ ആർ മൈ ഗുഡ് ഫ്രണ്ട്സ്. അവർ പറയും, നീ ബോംബെയിൽ പോയിട്ടിരിക്കും, ഇവിടെ നീ എന്താണ് ആസ്വദിക്കുന്നത്? നോ ട്രാഫിക്, നല്ല വീട്, നല്ല ഫുഡ് കഴിച്ച് ഗ്രീനറി ഒക്കെ ആസ്വദിക്കുകയാണ്. ഗോ ഹസൽ ഇൻ ബോംബെ. ഇഫ് യു വോണ്ട് ടു ബിക്കം അംബാനി, യു ഗോട്ട് ടു ബി ഇൻ ബോംബെ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അത് കറക്റ്റ് ആണ്. അപ്പം ഐ കീപ് ഷട്ടിലിംഗ് എ ലോട്ട്. ഓക്കെ, പക്ഷെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ഐ ഗെറ്റ് ബോർഡ് വിത്ത് ദ ട്രാഫിക് ആൻഡ് സൗണ്ട് ആൻഡ് എവറിത്തിങ്. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്, അങ്ങനെ ആലോചിക്കാം, ഈ എത്ര മൽബാറും, കല്യാൺ, ജോയ്, Joe's, Bima, all these companies made this big being in Kerala, right? ഇതാണ് നല്ല മണ്ണ്. Of course. മലയാളിയാണ് Yes. നിങ്ങൾ, അപ്പൊ നിങ്ങൾ മലയാളിയായി. Yes. മണ്ണിന് കുഴപ്പമൊന്നുമില്ല. If you are a good farmer, the sand is always in your favor. അതെ, മണ്ണ് നല്ലതാണ്. നിങ്ങളൊരു നല്ല കർഷകനാണെങ്കിൽ, മണ്ണ് നല്ലതാണെങ്കിൽ അവിടെ വിളയെടുപ്പ് നടക്കും. അതാണ് രവി പറഞ്ഞു വെക്കുന്നത്. That's my take on it. Yes. നിങ്ങൾ കേട്ടു, മഹാരാഷ്ട്രക്കാരനായ രവി. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ്, വന്നപ്പെട്ടതോ മലബാറിന്റെ മണ്ണിൽ, നമ്മുടെ കോഴിക്കോട്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പാരന്റ്സ് സ്വർണ്ണ വ്യാപാരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ്
ആന്ധ്രയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കോഴിക്കോട് വന്ന് ത്രിമൂർത്തി എന്ന സ്ഥാപനം തുടങ്ങുന്നു. മകൻ പഠനം കഴിഞ്ഞ്, ഉന്നത പഠനം കഴിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ച് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, അടുത്ത ലെവലിൽ എത്തിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ നല്ല ജ്വല്ലറികളും നമ്മൾ തൊടുന്ന ആ സ്വർണത്തിൽ എവിടെയൊക്കെയോ ഇവരുടെ ഒരു സ്പർശമുണ്ട്. 150 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയില്, മുംബൈയിലാണ് അവരുടെ ഫാക്ടറി ഉള്ളത്. ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ജ്വല്ലറി നമ്മുടെ സ്വർണം കൊണ്ടും ഡയമണ്ട്സ് കൊണ്ടും ഒക്കെ ഇവരുടെ മാനുഫാക്ചറിംഗ് നിന്ന് വരുന്നതാണ്. അദ്ദേഹത്തിന്റെ പാഷൻ നമ്മൾ കണ്ടു. പുറത്തുള്ള ഒരാള് ഇതാ, അദ്ദേഹം മലയാളം നന്നായി സംസാരിക്കും, അറിയാതെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ, പക്ഷെ മലയാളം നന്നായി സംസാരിക്കും. ഒരു മലബാറിയായി, മലയാളിയായി ഇവിടെ നിന്നുകൊണ്ട് വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് 1000 കോടി വിറ്റുവരവിലേക്ക് ഉയർന്നു പോവുകയാണ്. രവി, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങളുടെ. താങ്കൾക്ക് വേണമെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ പോകാമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു മലയാളിയായി, മലബാറുകാരനായി അവിടെ നിന്നുകൊണ്ട് ഒരു സ്ഥാപനം പടുത്തുയർത്തി നിരവധി പേർക്ക് തൊഴിൽ കൊടുത്ത് 1000 കോടി വിറ്റുവരവിലേക്ക് പോയി ഈ രാജ്യത്തിന്റെ എക്കണോമിയെ തന്നെ സഹായിക്കുന്ന രീതിയിലേക്ക് വളർന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എന്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്കൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ, ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. Thank you, Shamim. Thank you so much.